പാട്ട് പാടാൻ അറിയാത്തവർക്ക് സാധകം ചെയ്യുന്നത് നല്ലതാണ്. ചേച്ചി പോയി സാധകം ചെയ്തോ. ഈ എംജിങ്ങളായിട്ട് ഏത് നേരം വഴക്കാണല്ലോ. അതെന്താ? അന്നൊന്നും എനിക്ക് ബോധം ഉണ്ടായിരുന്നു. അന്ന് നിനക്ക് ബോധം ഉണ്ടായില്ലേ? ഇല്ല. ഇപ്പൊ ബോധം ഉണ്ടാ? ഇപ്പൊ ബോധമുണ്ട്. മിയ കുട്ട ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനെ പറയുമ്പോ ഭ്രാന്ത് പിടിക്കും. പക്ഷെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഇതുവരെ ലാലേട്ടനെ കാണാൻ പറ്റിയിട്ടില്ല. ലാലേട്ടൻ മാത്രം വീട്ടിലുണ്ടായിരുന്നില്ല? ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദുൽഖർ സൽമാൻ. എന്താ ദുൽഖർ സൽമാൻ ഇഷ്ടം? എനിക്ക് ഇഷ്ടമുള്ള ഞാൻ പറയും. അതല്ല, എനിക്കൊരു പേര് വന്നല്ലോ, മിയ മങ്കേഷ്കർ. എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനത്തെ ഒരു ഡോക്ടർ ഉണ്ട്, പക്ഷെ ചേച്ചിക്ക് അറിയത്തില്ല. ഇല്ല. ആ ഡോക്ടറിന്റെ അടുത്ത് പോവാറുണ്ടോ? എന്റെ പന്ന് ചേച്ചി. ഭാവിയിലൊരു പാട്ടൊക്കെ എഴുതുവോ മിയക്കുട്ടൻ? വായിക്കാൻ അറിയണ്ടേ? എനിക്ക് എഴുതാനല്ലേ അറിയുള്ളൂ സാറേ, വായിക്കാൻ അറിയില്ലല്ലോ. ഒന്ന് റൊണാൾഡോനെ കാണാൻ എങ്ങനെയാ? പിന്നെ ഭയങ്കര ശക്തിയാണ്. ജിമ്മൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട്? അങ്കിള് സോഫയിലൊക്കെ കിടന്നിട്ട് ഫോണൊക്കെ വലിച്ചെറിഞ്ഞു. അതേതങ്കിളാ? ഇതിന് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നോട്ടാ, ഞാൻ പറയണതില്. ഞാൻ എങ്ങനെ പറയും? അത് പറയണം പാർച്ചേച്ചി. അത് പറഞ്ഞത് അത്ര ശരി. പാർച്ചേച്ചി ഇപ്പൊ ഭയങ്കര ബിസി അല്ലേ, ബിസി മാനായി പോയി. എന്നെ കുറിച്ച് എന്താ മധുക്കൾക്ക് അഭിപ്രായം? ഞാൻ അഭിനയിക്കുന്ന സിനിമയിൽ ഒരു പാട്ട് പാടി എങ്ങനെ ഉണ്ടാവും? എല്ലാരും ഓടും. സിനിമ തിയേറ്ററിൽ നിന്ന് എല്ലാരും വിളിച്ചോടും. കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തെടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറേ മണം തുളുമ്പിയ മധുരനൊമ്പരം. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ്. മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം എൻ്റെ ഒരു സ്പെഷ്യൽ ആളാണ് ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒന്ന് സെറ്റൊക്കെ ആയിട്ട് വന്നേക്കാം. കാരണം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ആളെ ഇപ്പോൾ കാണുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള, നമ്മുടെയൊക്കെ വൺ ഓഫ് ദി ഫേവറേറ്റ്, മലയാളി പ്രേക്ഷകർക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ഏറെ ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം മിയക്കുട്ടിയാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. മിയ, ഹലോ. ഹലോ. ഹായ്. ഹായ്. എന്തോ വിളി കേട്ടപ്പോ തന്നെ മനസ്സിലായില്ലോ, നമ്മുടെ മീയുടെ ടോപ്പ് സിംഗറിലെ നമ്മുടെ എം ജി സാർ മിയക്കുട്ടാ എന്ന് വിളിക്കുമ്പോ എങ്ങനെയാ? എന്തോ അങ്ങനെയാ പറയാറല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിട്ടിരിക്കണു. പാട്ടൊക്കെ എങ്ങനെ പോകുന്നു ഇപ്പൊ? പാട്ടൊക്കെ ഇപ്പൊ എനിക്കറിയത്തില്ല. പാട്ടൊക്കെ പോകുന്നു, വലിയ കുഴപ്പമൊന്നും. ഇന്നലെയൊക്കെ പാതിരാത്രിക്കാ വന്നേ. ആണോ? ഫുൾ ബിസിയാണ് ഇപ്പൊ ആള് അല്ലേ? ഇന്നലെ എന്ത് പ്രോഗ്രാം ആയിരുന്നു? ഇന്നലെ എന്തായിരുന്നെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ മറ്റേ പാട്ടുകാരൻ മ്യൂസിക് ഡയറക്ടർ അസീസ് ബാവ എന്ന് പറഞ്ഞൊരു അങ്കിളുടെ മരി. അതെനിക്ക് എങ്ങനെയാന്ന് പറയണ്ടേന്ന്. ഓക്കെ. അപ്പൊ പോയിട്ട് എത്ര പാട്ടൊക്കെ രാത്രിയാണോ എത്തിയത്? എത്ര മണിക്ക് തുടങ്ങി പ്രോഗ്രാം? ഒരു 5 മണിയൊക്കെ തുടങ്ങി, രാത്രി വരെ ഉണ്ടായിരുന്നു. എത്ര പാട്ട് പാടി മിയക്കുട്ടൻ? ഞാൻ ഒരു 4 പാട്ട്. 4 പാട്ട് പാടി. നന്നായിട്ട് പാടി. എല്ലാരും എന്ത് പറഞ്ഞു ചെന്നപ്പോ? എല്ലാരും ഫോട്ടോ എടുക്കും. ഫുൾ സെലിബ്രിറ്റി ആണല്ലേ ഇപ്പോ? എല്ലാരും വന്ന് ഫോട്ടോ എടുക്കുന്നു, ഫുൾ ബിസി അല്ലേ? ഇപ്പൊ ടോപ്പ് സിംഗർ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ എല്ലാരും എന്താ പറയുന്നേ കാണുമ്പോക്കെ? എല്ലാരും പറയുന്നേ അങ്ങനെയൊന്നും അറിയില്ല, നന്നായിട്ട് പാടി. പിന്നെന്താ ചോദിക്കുക? എന്നോടാണോ ചോദിക്കണേ? അല്ലേ, നന്നായിട്ട് പാടി എന്ന് പറയും. നന്നായിട്ട് പാടി എന്നൊക്കെ പറയും. എന്താന്ന് അറിയത്തില്ല. ആ കുഞ്ഞിലെ ആരെ പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നോണ്ടിരുന്നേ? പാപ്പ. ഓക്കെ. അപ്പൊ ഭയങ്കര രസമായിട്ടൊക്കെ പഠിച്ച് പാട്ടൊക്കെ പാടി വീഡിയോ ഒക്കെ എടുത്ത് തന്നെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നല്ലേ മിയ? ഞാൻ തന്നെ എടുക്കും ഇടക്കിടക്കൊരു രസം. ഈ ഫോണൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയോ? എനിക്ക് വാട്സപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ വാട്സപ്പ് ഒക്കെ ഉണ്ട്? വാട്സപ്പില് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചാറ്റിംഗ് ആണോ? മേഘ്നക്കുട്ടീന്റെ എല്ലാരും ഉണ്ട്. ഈ ടോപ്പ് സിംഗർ കഴിഞ്ഞിട്ട് എല്ലാവരും ഇപ്പൊ കൂട്ടാണോ? വിളിക്കാറൊക്കെ ഉണ്ടോ എല്ലാരും? ടോപ്പ് സിംഗർ കഴിഞ്ഞിട്ട്
എല്ലാരും വിളിക്കാറുണ്ട്. ഉണ്ട് അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? പ്രോഗ്രാം ഒക്കെ എങ്ങനെ പോണു? ഇപ്പൊ ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ വരാറുണ്ടോ? കുറേ പ്രോഗ്രാംസ് വരാറുണ്ട്. ഇപ്പൊ ടോപ്പ് സിംഗർ കഴിഞ്ഞിട്ട് മിയക്കുട്ടൻ എന്തൊക്കെ ചെയ്തു? ഏതോ സിനിമയിലൊക്കെ പാടി എന്നൊക്കെ അറിഞ്ഞല്ലോ. അതേത് സിനിമ? അല്ലേ, സിനിമയിലല്ല പാടിയത്. ആരാ പറഞ്ഞേ? അയ്യോ, പാടിയിട്ടുണ്ടെന്ന് നീ അറിഞ്ഞില്ലേ? നീ അറിഞ്ഞില്ല? പക്ഷേ പാടിയിട്ടുണ്ട്. പാടിയിട്ട് അതാ ഞാൻ ഞാൻ മറന്നു. ബെസ്റ്റ്. ഇപ്പൊ അവിടെ നിന്ന് ഉപ്പ ഉമ്മയും പറഞ്ഞു തന്നിട്ടല്ലേ മനസ്സിലായത്. സിത്താര ചേച്ചിയുടെ കൂടെ ഇരുന്നൊരു പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അത് സിനിമ പാട്ടല്ല. അല്ല, അതെന്ത് പാട്ടായിരുന്നു? അത് ഏതോ ഒരു പാട്ട്. ഈ സംഗതികളൊക്കെ എങ്ങനെയാ വരണേ? സംഗതികൾ തന്നെ വരും. ഇപ്പൊ പാടിയ പാട്ടിലൊക്കെ എന്ത് രസമായിട്ടാ ഹൈപ്പിച്ചൊക്കെ പാടുന്നത്. ഉം. ഈ പാട്ട് ടോപ്പ് സിംഗറിൽ പാടിയിട്ടുണ്ടോ? ഈ പാട്ട് എങ്ങനെ ഹിന്ദി പാട്ട് എങ്ങനെ ഞാൻ ടോപ്പ് സിംഗറിൽ പാടും? ശരിയാണല്ലേ. ഹിന്ദി പാട്ട് പാടിയിട്ടില്ലേ ടോപ്പ്? അതില്ല. ഹിന്ദി പാട്ട് കോമ്പറ്റീഷനിൽ പാടാൻ പറ്റുമോ? ഇല്ലല്ലേ. ഇല്ലല്ലേ, ശരിയാ. MG അങ്കിളുടെ കൂടെ ഒരു പാട്ട് പാടിയില്ലേ, മേരെ ഡോൽന? അത് ഹിന്ദി പാട്ട്, പക്ഷെ ഇതല്ലല്ലോ. ഇതല്ല, എന്നാലും പാടിയില്ല. അത് സ്പെഷ്യൽ ഡേ എന്തോ പാടിയതായിരുന്നല്ലേ? അത് ഏതോ ഒരു ദിവസം, അത് മറ്റേ സ്പെഷ്യൽ സോങ്സിന്റെ ദിവസം. പക്ഷെ അത് ഭയങ്കര വൈറലായി പോയി. മിയോക്കുട്ടന് എന്ത് അപ്രീസിയേഷൻ ഒക്കെ കിട്ടി ആ പാട്ട് പാടിയിട്ട്. MG അങ്കിൾ കരഞ്ഞല്ലേ? കരഞ്ഞു, പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല കരഞ്ഞെന്ന്. ഞാനൊരു പാട്ടില് കരഞ്ഞായിരുന്നു, പക്ഷെ അവരത് കട്ട് ചെയ്തെടുത്തു. MG അങ്കിൾ പാടിയത് പക്ഷെ ഞാൻ അറിഞ്ഞായിരുന്നു. MG അങ്കിൾ കരഞ്ഞത് ചെറുതായിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുടക്കുന്നുണ്ടായിരുന്നു. കണ്ണൊക്കെ തുടച്ചായിരുന്നു, പക്ഷെ കരഞ്ഞു, പക്ഷെ അവരത് കട്ട് ചെയ്തു. അത് സാരില്ല. പക്ഷെ പാട്ട് കേട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് MG അങ്കിൾ കരഞ്ഞു അല്ലേ? അപ്പൊ എന്ത് തോന്നി? എന്റെ പാട്ട് ഹിറ്റ് ആയിന്നപ്പോ മനസ്സിലായി അല്ലേ? MG അങ്കിളെ കരയിച്ചപ്പോ മനസ്സിലായി ഞാൻ നല്ല സൂപ്പർ. അന്നൊന്നും എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. അന്ന് നിനക്ക് ബോധം ഉണ്ടായില്ലേ? ഇല്ല. ഇപ്പൊ ബോധം ഉണ്ടാ? ഇപ്പൊ ബോധമുണ്ട്. 8 വയസ്സായിട്ട് ബോധം വെക്കില്ലേ? എന്താ? 8 വയസ്സായിട്ട് ബോധം ഇതാകത്തില്ലേ? അത് ശരിയാ. പക്ഷെ അന്ന് ഞങ്ങക്ക് കുറച്ച് ബോധം ഉണ്ടായിരുന്നില്ല എന്നാണ് മിയക്കുട്ടൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ നല്ല ബോധം ഉണ്ടല്ലേ? പക്ഷെ അന്ന് നല്ല ബോധം ഉണ്ടായിരുന്നു നിനക്ക്. എനിക്കില്ലായിരുന്നു. മിയക്കുട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? ഇപ്പൊ കുറെ പാട്ടുകൾ പഠിച്ചു പാടി, കുറെ പാട്ടുകൾ കേട്ടിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ മിയക്കുട്ടന്? എനിക്ക് MG അങ്കിളിനെ കളിപ്പിച്ച പാട്ട്. അതേത് പാട്ടാ? കദളി കൺകദളി. അതാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. ഇപ്പൊ ഇത്രയും പാടിയ പാട്ടുകളിലെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അതാ. എന്നാ അതൊന്ന് പാടുവോ? പാടിക്കോ. കദളി കൺകദളി ചെങ്കദളി പൂവേണു, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. കദളി കൺകദളി ചെങ്കദളി പൂവേണു, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂവേണോ പൂക്കാരാ. സൂപ്പർ. ഇതല്ലേ MG അങ്കിളെ പഠിപ്പിച്ചു കൊടുത്ത പാട്ട്? എങ്ങനെയായിരുന്നു ആ പഠിപ്പിച്ചത്? എന്ത് സംഗതിയാ കിട്ടാൻ MG അങ്കിളിന്? MG അങ്കിളിന് ഒരു സംഗതിയും കിട്ടിയില്ല. അതുകൊണ്ട് MG അങ്കിളിന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. എന്തായിരുന്നു പഠിപ്പിച്ചു കൊടുത്ത സാധനം? പഠിപ്പിച്ചു കൊടുത്തത് എന്തോ ഒരു സാധനം ശരിയാവുണ്ടായിരുന്നില്ലല്ലോ. അതായിരുന്നല്ലേ ശരിയാവാഞ്ഞത്. എന്നിട്ട് എന്തായിരുന്നു തെറ്റിപ്പോയത്? റിലിക്സ് ഒക്കെ തെറ്റിച്ച് പാടി. അതിപ്പോഴും ശരിയായില്ലേ നിനക്ക്? ലിറിക്സ് എന്ന് പറഞ്ഞേ? റിലിക്സ് അതിപ്പോഴും ഞങ്ങൾക്ക് ശരിയായിട്ടില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു അതൊക്കെ ഇപ്പൊ ശരിയായിട്ടാണ്. പിന്നെ ഉണ്ടല്ലോ ഓർക്കസ്ട്ര ഒക്കെ ശരിയായോ? അതിപ്പോഴും അങ്ങനെ തന്നെയാ. ഓർക്കസ്ട്ര എന്ന് പറഞ്ഞേ? അതും ഞങ്ങക്ക് ശരിയാ. പിന്നെ വേറെ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഉപദ്രവിക്കരുത്. കുറച്ച് ശരിയായിട്ടുണ്ട് അല്ലേ? ശരിയായി വരണു ഞങ്ങള്. ഓക്കെ. ഈ ടോപ്പ് സിംഗറിൽ പാട്ടൊക്കെ പാടിയിട്ട് സെലിബ്രിറ്റീസ് ഒക്കെ ആരെങ്കിലും വിളിച്ചോ? സെലിബ്രിറ്റീസ് വിളിച്ചു. ചിത്ര ചേച്ചി വിളിച്ചു. ആണോ? എന്ത് പറഞ്ഞു? എന്നിട്ട് ചിത്ര ചേച്ചി വിളിച്ചിട്ട് അത് ഏത് പാട്ട് പാടി ഇഷ്ടപ്പെട്ടിട്ടാ വിളിച്ചേ? എല്ലാ പാട്ടും ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിത്ര ചേച്ചിന്റെ ഒരു പാട്ട് പാടി. പക്ഷെ അതെനിക്ക് ഓർമ്മയില്ല ഏത് പാട്ടാ പാടി. അത് നേരത്തെ പാടി, പണ്ട് പാടിയതാണല്ലേ? കുഴപ്പമില്ല. ചിത്ര ചേച്ചി വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? ചിത്ര ചേച്ചി വിളിച്ചിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. വേറെ പാട്ടൊക്കെ നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിത്ര ചേച്ചി. ചിത്ര ചേച്ചിയുടെ ഏത് പാട്ടാ മിയക്കുട്ടിന് ഇഷ്ടം? എനിക്ക് ചിത്ര ചേച്ചിന്റെ എല്ലാ പാട്ടും ഇഷ്ടം. ഇപ്പൊ ഒരു പാട്ട് പാടിത്തരൂ ചിത്ര ചേച്ചിയുടെ? കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല,
കണ്ണും കണ്ണും തെടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല മുള്ളാലേ വിരൽ മുറിഞ്ഞു മനസ്സിൽ നിറേ മണം തുളുമ്പിയ മധുര നൊമ്പരം കൈതപ്പൂവിൻ കണ്ണിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല കണ്ണും കണ്ണും തെടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. യെസ്, സൂപ്പർ, അടിപൊളി. അപ്പൊ ഈ പാട്ടാണ് ചിത്ര ചേച്ചിയുടെ പെട്ടെന്ന് ഓർമ്മ വന്ന പാട്ട് അല്ലേ? കുറെ പാട്ട് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ പാട്ടാണ്. കൊള്ളാം. എന്റെ അടുത്ത് എന്തിനാ പാട്ട് പാടാൻ നീ ഇടക്ക് പറഞ്ഞേ? അത് ചേച്ചി പാടാത്ത ചേച്ചി പാട് എല്ലാരും ഓടെ വേറെ എന്തിന്? നീ പാടുമ്പോ അത് കേക്കണ്ടേ? അപ്പൊ ഞാൻ പാടുമ്പോ അതിന്റെ ഇടയിൽ പാടിക്കഴിഞ്ഞാൽ അവർ ഓടൂലേ? എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് പാടിയിട്ടുണ്ട് കേട്ടാ. നീയെക്കൂട്ടൻ എനിക്ക് ഇങ്ങനെ കാണിച്ചതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പാടി. ഓക്കെ, അപ്പൊ ഈ സാധകമൊക്കെ എന്താ ഈ സംഭവം? സാധകമൊക്കെ ചെയ്യാനൊക്കെ പറയില്ലേ? സാധകം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ പാട്ട് നമ്മുടെ തൊണ്ടയില്ലേ, തൊണ്ട ശരിയാകാൻ വേണ്ടിയാണ് സാധകം ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. ഓക്കെ, പാട്ട് പാടാൻ അറിയാത്തവർക്ക് സാധകം ചെയ്യുന്നത് നല്ലതാണ്. നല്ലതാണ്. ചേച്ചി പോയി സാധകം ചെയ്തോട്ടെ. ഞാൻ പോയി ചെയ്യണോ? ഈ പാട്ട് പാടാൻ അറിയാത്തവർക്കും സാധകം ചെയ്യാം അല്ലേ? എങ്ങനെയാ? പക്ഷേ സാധകം ചെയ്തുള്ളൊരു ഗുണം പാട്ട് പാടാൻ പറ്റും. പറ്റും. ഓക്കെ, മിയക്കുട്ടൻ എങ്ങനെയാ സാധകം ചെയ്യുന്നത്? ഞാനോ അവര് പറയുന്ന പോലെ സാധകം ചെയ്യും. തൊണ്ട കൊണ്ട് വേറെ എങ്ങനെയാ? അങ്ങനെയല്ല, ആ ഒരു അതെങ്ങനെ ചെയ്യുന്ന രീതി ഞാൻ ചോദിച്ചേ. രീതിയോ? ഒന്നുമില്ലടാ. എങ്ങനെയാ സാധകം ചെയ്യാന്ന്? ഇപ്പൊ ചിലര് അറിയില്ലേ, വെള്ളത്തിന്റെ മുകളിൽ നിന്ന് ചെയ്യാന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അങ്ങനെയൊക്കെ പറയില്ലേ? പക്ഷെ വെള്ളത്തിന് മുകളിൽ നിന്ന് ചെയ്യുന്നത് നല്ലതാ. നല്ലതാ. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, താഴേക്ക് പോകും. അത് ശരിയാ. അങ്ങനെ എനിക്ക് മുങ്ങാനും പോലും അറിയത്തില്ല, നീന്താനും പോലും അറിയത്തില്ല. നീന്താനൊക്കെ പഠിക്കണം. കൊച്ചുകുട്ടിയല്ലേ, നീന്താൻ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നീന്താൻ പഠിക്കാം. ഓക്കെ, ഈ പാട്ടല്ലാതെ മിയക്കുട്ടിനെ എന്തൊക്കെയാ ചെയ്യാ? ഞാൻ ഡാൻസിന്റെ റീലൊക്കെ കാണാറുണ്ട്. അതൊക്കെ ആരാ പഠിപ്പിച്ചു തരുന്നേ? അതൊക്കെയോ? ഇവിടെ രണ്ടാൾക്കാർ ഇരിപ്പില്ലേ, അവര് രണ്ടുപേരും അവിടെ ഇരിക്കുന്ന ആരാ? അതും കൂടെ പറ. ഉമ്മച്ചീനെയും അവർ രണ്ടുപേരും കൂടെയാണ് പഠിപ്പിച്ചു തരുന്നത് ഡാൻസ് ഒക്കെ അല്ലേ? അപ്പൊ മിയക്കുട്ടിനെ ഡാൻസും കളിക്കാൻ അറിയാം, പാട്ടും പാടാൻ അറിയാം. വേറെ എന്തൊക്കെ അറിയാം? വേറെ എനിക്ക് ഏതൊരു ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കാൻ അറിയോ? ഇൻസ്ട്രുമെന്റ്സ് ഹാർമോണിയം വായിക്കാൻ അറിയാം, പിന്നെ കീബോർഡ് വായിക്കാൻ അറിയാം. കീബോർഡ് ആരുടെയോ കൂടെ ഇരുന്നിട്ട് ശ്യാം സാറിന്റെ കൂടെയാണോ ഇരുന്ന് വായിക്കണ്ടായിരുന്നല്ലോ? കീബോർഡല്ല, അത് ടാബിലായിരുന്നല്ലേ? ശരിക്കും വായിക്കാൻ അറിയാം? ശരിക്കും വായിക്കാൻ അറിയാം. പിന്നെ എങ്ങനെ പഠിച്ചത്? ഇതൊക്കെ ഞാൻ ഒരു അങ്കിള് പറഞ്ഞു. ഈ മിയക്കുട്ടൻ പാട്ട് പാടുന്ന ഇടയില് ഓർക്കസ്ട്രക്കാർക്ക് ക്യൂ കൊടുക്കും. ഇപ്പൊ ഒരു പാട്ടിന്റെ 2 തവണ അത് പാടുന്നുള്ളത് ഇങ്ങനെയൊക്കെ കാണിക്കും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതൊക്കെ അവർക്ക് മിസ്റ്റേക്ക് പറ്റി എന്റെ മാർക്ക് പോവും. ഗൈസ് നോട്ട് ചെയ്യണം ഗൈസ്, അല്ലേ? അത് മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാ എന്റെ മാർക്ക് പോവും. അപ്പൊ അത് ഗ്രൂപ്പ് അവര് പറയും ഞാനാ തെറ്റിച്ചേന്ന്. അവര് പറയും മിയക്കുട്ടനാ തെറ്റിച്ചേന്ന്. അത് കൊള്ളാം, എനിക്ക് കൈ കാണിക്കല്ലോ, കുഴപ്പമില്ല. അത് ഗ്രൂമിങ്ങിന് പറഞ്ഞു തന്നതൊന്നുമല്ല അല്ലേ? തന്നെ ചെയ്യണേ? അങ്ങനെ പറഞ്ഞു തരുത്തൊന്നും ഇല്ല. ആരാ പറഞ്ഞു വരുന്നത്? ഇല്ല, ചുമ്മാ ചോദിച്ചതാ. ഓക്കെ, അപ്പൊ പാട്ട് പാടുമ്പോ എങ്ങനെ കാണിക്കാ? ഇങ്ങനെ കാണിക്കും അല്ലേ? ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ മിയക്കുട്ടൻ പാടുന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഞാൻ കാണിക്കുന്നത് ഇങ്ങനെയല്ലേ? ഇങ്ങനെ എന്തോ രണ്ടെന്ന് എന്തോ കാണിക്കും, ഇങ്ങനെ കാണിക്കും, ഒന്നും കൂടെ പാടുന്നു. വേറെ എന്തൊക്കെയാ കാണിക്കാ? വേറെ എന്തെങ്കിലും സൈൻ ഉണ്ടാ? വേറെ മതിന്നുള്ള സൈൻ ഉണ്ട്. മതി, ഇനി വേണ്ട കൂടുതലൊന്നും അല്ലേ? നിർത്തുന്നു. ഈ MG അങ്കിളായിട്ട് ഏത് നേരം വഴക്കാണല്ലോ, അതെന്താ? MG അങ്കിൾ എന്റെ അടുത്ത് വഴക്കൂടിയാ എനിക്ക് വഴക്കൂടണ്ടേ. പിന്നെ അത് ശരിയാ, എപ്പോഴും വഴക്കിടാൻ വരല്ലേ മിയക്കുട്ടന്റെ അടുത്ത്? ഓക്കെ, ജഡ്ജസ് ആരെയാ ഏറ്റവും ഇഷ്ടം? ജഡ്ജസിന് മധു അങ്കിളിനെ ഏറ്റവും ഇഷ്ടം. അതെന്താ? അത് മധു അങ്കിളെ എപ്പോഴും എന്നെ വിളിക്കും. ഈ ലാലേട്ടൻ വന്നപ്പോഴേക്കും ലാലേട്ടന്റെ അടുത്ത് ഒരു I love you ഒക്കെ പറയുന്നത് ഞാൻ കണ്ടല്ലോ. അത് ലാലേട്ടന്റെ അമ്മേന്റെ അടുത്ത് പോയിട്ട് ലാലേട്ടന്റെ അമ്മേന്റെ അടുത്ത് ഞാൻ പോയായിരുന്നു. ആണോ? സുചിത്ര ആന്റിക്ക് എന്റെ ലാലേട്ടന്റെ വൈഫിന് എന്റെ ഉമ്മച്ചി ഡ്രസ്സൊക്കെ തയ്ച്ചു കൊടുത്തു. പക്ഷെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഇതുവരെ ലാലേട്ടനെ കാണാൻ പറ്റിയിട്ടില്ല. ലാലേട്ടൻ മാത്രം വീട്ടിലുണ്ടായിരുന്നില്ല? ഇല്ല. അയ്യോ, ലാലേട്ടൻ അമ്മേനെ കാണാനായിട്ട് പോവല്ലേ? ലാലേട്ടൻ സിനിമ കഴിഞ്ഞിട്ട് ഉറങ്ങുമായിരുന്നു.
ആണോ? അപ്പൊ പിന്നെ ശല്യം ചെയ്യാൻ പാടില്ലല്ലോ നമ്മൾ അല്ല ഉറങ്ങാൻ. ഞാൻ പിന്നെ ലാലേട്ടന് വലിയൊരു പൂച്ചേനെ കണ്ടു. ആണോ? അവിടെ പൂച്ചയൊക്കെ ഉണ്ട് അല്ലേ? ലാലേട്ടന്റെ അമ്മ എന്ത് പറഞ്ഞു കാണാൻ ചെന്നിട്ട്? ലാലേട്ടന്റെ അമ്മയ്ക്ക് ഞാൻ കുറേ പാട്ട് പാടിക്കൊടുക്കും. ആണോ? അമ്മ വരുമ്പോ പറയും അമ്മ കിടക്കുവാ വയ്യ. ഓക്കെ. അപ്പൊ അമ്മ പറയും മിയക്കുട്ടി വന്നെന്ന്. പക്ഷെ അങ്ങനെ പറയില്ല, അമ്മക്ക് പല്ലൊന്നും ഇല്ല, ഇല്ല. ഇങ്ങനെ കൊഴിഞ്ഞൊക്കെ പറയും. പ്രായമായി അമ്മൂമ്മയല്ലേ? ഓക്കെ. അപ്പൊ മിയക്കുട്ടൻ വന്നെന്ന് പറയുമ്പോ പാട്ട് പാടിത്തരാൻ പറയും. എന്നിട്ട് എല്ലാ പാട്ടും അവിടെ ഇരുന്ന് പാടിക്കൊടുക്കും. സുചിത്ര ആന്റി എന്ത് പറഞ്ഞു? സുചിത്ര ആന്റീനായിട്ട് ഫോട്ടോ എടുത്തു. പക്ഷെ ലാലേട്ടനെ ടോപ്പ് സിംഗറിൽ കണ്ടു, വീട്ടിൽ ചെന്നിട്ട് ഇതുവരെ കാണാൻ പറ്റില്ല. പക്ഷെ അടുത്തത് കണ്ടില്ല. ടോപ്പ് സിംഗറിൽ വന്നപ്പോ കണ്ടില്ലേ? പക്ഷെ അടുത്തൊന്നും കണ്ടില്ലല്ലോ. അതല്ല, അന്ന് വന്നപ്പോ ഐ ലവ് യു പറഞ്ഞില്ലേ? അത് പറയാൻ പറ്റിയില്ലേ പെട്ടെന്ന്. ഓക്കെ. ഏറ്റവും ഇഷ്ടമുള്ള വേറെ സിനിമ നടൻ അല്ലെങ്കിൽ ആരെ കാണണമെന്നൊക്കെ ആഗ്രഹം? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദുൽഖർ സൽമാനാ? എന്താ ദുൽഖർ സൽമാൻ ഇഷ്ടം? എനിക്ക് ഇഷ്ടമുള്ള ഞാൻ പറയും. അതെന്താ ഇഷ്ടം എന്നാ ഞാൻ ചോദിച്ചത്. ദുൽഖർ സൽമാനോട് ഇഷ്ടം? ദുൽഖർ സൽമാൻ നന്നായിട്ട് അഭിനയിക്കും, മമ്മൂക്കയും നന്നായിട്ട് അഭിനയിക്കും. പിന്നെ മമ്മൂക്കാന്റെ ജ്യേഷ്ഠനോ അനിയനോ എന്നെ എന്താ മമ്മൂക്കാന്റെ ജ്യേഷ്ഠനും അനിയനും ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ജ്യേഷ്ഠൻ എന്നൊക്കെ മമ്മൂക്കാന്റെ അനിയനോ ചേട്ടനും ജ്യേഷ്ഠൻ എന്നൊക്കെ. കുട്ടി ഏതില്ലത്തെയാ? അനിയൻ എന്നെ വിളിച്ചു. ഇബ്രാഹിം അങ്കിൾ എന്നെ വിളിച്ചു. മമ്മൂക്കയുടെ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു മമ്മൂക്ക. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് വേണമെന്ന് ഇബ്രാഹിം അങ്കിള് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മമ്മൂക്കാനെയും ദുൽഖർ സൽമാനെയും ഒന്ന് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഇബ്രാഹിം അങ്കിള് പറഞ്ഞു ഫെഡറൽ ബാങ്കിന്റെ ഇടയിൽ കൂടി കൊണ്ടുവരാൻ. ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ബ്ലാങ്ക് എന്ന് തോന്നുന്നു, പക്ഷെ ഞങ്ങൾ രണ്ടാമത് കറക്റ്റ് ആക്കി ഫെഡറൽ ബാങ്ക് എന്നാക്കി അല്ലേ? ഓക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ വന്നാ മതി. ഓക്കെ. എന്നിട്ട് ഈ പോകുന്നുണ്ടോ ഫെഡറൽ ബാങ്കിന്റെ ഇടയിൽ കൂടെ ദുൽഖറിന്റെയും മമ്മൂക്കയുടെയും കൂടെ ഫോട്ടോ എടുക്കാൻ? പക്ഷെ ഇതുവരെ തന്നിട്ടില്ല. ആണല്ലേ? എന്ത് തന്നിട്ടില്ലെന്ന്? അല്ല, കൊണ്ടുവന്നിട്ടില്ലാന്ന്. അത് സാരില്ല, പറഞ്ഞിട്ടുണ്ടല്ലോ ഫോട്ടോ എടുക്കാനായിട്ട്. ഓക്കെ. പക്ഷെ എന്ന് ദുൽഖർ ഇപ്പൊ ഇത്ര ഇഷ്ടമുള്ളതുകൊണ്ട് ചെല്ലുമ്പോ ദുൽഖറിന്റെ അടുത്ത് എന്താ ചോദിക്കാ? മിയക്കുട്ടൻ എന്താ ചോദിക്കാൻ പോകുന്നത്? ഐ ലവ് യു പറയൂ. ലാലേട്ടനോടും ഐ ലവ് യു പറയൂ, ദുൽഖറിനോടും ഐ ലവ് യു പറയൂ അല്ലേ? ഓക്കെ. സിനിമയിലൊക്കെ അഭിനയിക്കാൻ രണ്ടുപേരോടും പറയും. ലാലേട്ടൻ, മമ്മൂക്ക, ദുൽഖർ സൽമാൻ. അപ്പൊ 3 പേരോടും ഐ ലവ് യു പറഞ്ഞു. എനിക്ക് മഞ്ജു ആന്റിനെ ഇഷ്ടമാണ്. പിന്നെ അതേ മറ്റേ തായ്ക്കിളവി ഡാൻസ് ഒക്കെ കളിച്ചില്ലേ? അത് അടിപൊളി ഡാൻസ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്. ഞാനേ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ മിയക്കുട്ടന്റെ പോസ്റ്റ് കണ്ടോണ്ടിരുന്നപ്പോഴേക്കും അർജന്റീന തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട് മിയക്കുട്ടൻ കരയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അത് വെറുതെയാ? എനിക്ക് അർജന്റീന ഇഷ്ടമല്ല. എനിക്ക് പോർച്ചുഗലിനെ ഇഷ്ടം. ഞങ്ങൾ റൊണാൾഡോ ഫാൻ ആണ് കേട്ടോ. പറഞ്ഞേക്ക് ഞാൻ റൊണാൾഡോ ഫാൻ ആണ്. ഞാൻ പോർച്ചുഗലിന്റെ ഫാനാ. ഇപ്പൊ പോർച്ചുഗൽ ഫാൻസ് ഒക്കെ ഇറങ്ങും മിയക്കുട്ടിനെ കാണാനായിട്ട്. റൊണാൾഡോനെ നേരിട്ട് കാണുന്നുണ്ടോ? പിന്നെ ആണോ? എനിക്ക് കാണണമെന്നുണ്ട്, പക്ഷെ ഭാഷ അറിയില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, ചെന്നിട്ട് റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാ മതി. കാണണമെന്ന് ആഗ്രഹം ഉണ്ടല്ലേ? റൊണാൾഡോനെ കാണാൻ എങ്ങനെയാ? കാണാൻ നല്ല അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ കാണാൻ? പിന്നെ ഭയങ്കര ശക്തിയാണ്. ജിമ്മൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട്? പോസ്റ്റിലൊക്കെ ഒട്ടിച്ചു വെച്ചേക്കുന്നു. റൊണാൾഡോന്റെ മെസ്സിന്റെ ഫോട്ടോ പോസ്റ്റിലൊക്കെ ഒട്ടിച്ചു. എന്നിട്ട് മിയക്കുട്ടൻ കരഞ്ഞത് മെസ്സിനെ ഓർത്തിട്ട്. മെസ്സി കുഴപ്പമില്ല. എന്തായാലും ഞങ്ങള് പോർച്ചുഗൽ ഫാനാണ്. പിന്നെ പൊക്കോട്ടെ നിർത്തിട്ട് ഞാൻ പിന്നെ കരഞ്ഞത് ഉമ്മി ഒന്ന് പറഞ്ഞപ്പോഴല്ലേ? അത് സാരില്ല. പക്ഷെ ഇപ്പൊ അർജന്റീന വീണ്ടും ജയിച്ചില്ലേ? ജയിച്ചു. ജയിച്ച് ഇപ്പൊ അവര് സെമി ഫൈനൽസ് വരെ എത്തി. പോർച്ചുഗൽ ആര് ജയിക്കും വേൾഡ് കപ്പില്? പോർച്ചുഗൽ ജയിക്കണോ അർജന്റീന ജയിക്കണോ?
അത് ആരാ ജയിക്കുന്നത് ആർക്കറിയാവോ? അതാർക്കും അറിയില്ല. മിയക്കുട്ടന്റെ ആഗ്രഹം എന്താ? പോർച്ചുഗൽ ജയിക്കണോ അർജന്റീന ജയിക്കണോ? എനിക്ക് രണ്ടുപേരും ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. രണ്ടുപേരും ജയിക്കണം, പക്ഷെ ഒരാളെ ജയിക്കുള്ളൂ. പക്ഷെ ഒരാളെ ജയിക്കുള്ളൂ, അതായത് ആരെ ജയിക്കാന്ന് എനിക്കറിയില്ലല്ലോ. അറിയില്ല. പക്ഷെ ഇത് ഒരാൾ തോറ്റല്ലോ. ആര് തോറ്റ? അതാരായിരുന്നു? ആരൊക്കെയോ തോറ്റു. ബ്രസീല് തോറ്റു. ആണോ? ബ്രസീല് ഫൈനലിൽ ഫിനിഷ്. നീ അപ്പൊ ഇതൊക്കെ കാണാറുണ്ടല്ലേ ഫുട്ബോളൊക്കെ? അതല്ലതേ അവിടെ എന്റെ ഇക്കാക്കയൊക്കെ ഈ 12 മണിക്ക് ഇരുന്ന് കാണല പണി. ആണല്ലേ? ഉറക്കം പോവപ്പ കാക്കാക്കാത്ത പണി. അത് തന്നെ. അപ്പൊ ഞാൻ പിന്നെ ഇന്നലെ മറ്റേ അങ്കിള് സോഫയിലൊക്കെ കിടന്നിട്ട് ഫോണൊക്കെ വലിച്ചെറിഞ്ഞില്ലേ, അത് കണ്ടോ? കണ്ടു. അത് ഏതങ്കിളാ? അത് ശരിക്കും കണ്ടോ? ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞു. ആ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞ ശരിക്കും പൊട്ടിയോ? ചെറിയൊരു സ്ക്രാച്ച് വന്നു, അത്രേ ഉള്ളൂ. അതൊരു തമാശക്ക് എടുത്ത. ഇങ്ങനെയല്ലേ അടിച്ച്? എങ്ങനെ? ഇതിങ്ങനെ. ഗൈസ് ഇവളെല്ലാം കാണുന്നുണ്ട്, കൊച്ചു കള്ളി. പിന്നെ മറ്റേ ഒരു ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചിട്ട് പാറ ചേച്ചീനെ വിളിച്ചില്ലേ? അതേതാ? ഒരു ചേച്ചി ഒരു ചേട്ടനും കൂടെ എന്നിട്ട് പാറ ചേച്ചീനെ വിളിച്ചില്ലേ ഫോണില്? ആ എന്നെ ഫോണിൽ വിളിച്ചതല്ലേ? ഓ ഓക്കെ ഓക്കെ, അതും കണ്ടു. പിന്നെ ഏതൊക്കെ കണ്ടു? അപ്പൊ എന്റെ ഇന്റർവ്യൂ ഒക്കെ കാണാറുണ്ടോ? ഇന്നേ. എന്നിട്ട് എന്തെന്നെ വിളിച്ച് പറയാഞ്ഞേ? എന്തേലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നോട്ടാ, ഞാൻ പറയണതില്. ഞാൻ എങ്ങനെ പറയും? അത് പറയണം പാർച്ചേച്ചി, അത് പറഞ്ഞത് അത്ര ശരി. പാർച്ചേച്ചി ഇപ്പൊ ഭയങ്കര ബിസി അല്ലേ? ബിസി മാനായി പോയി. മിയക്കുട്ടനും ബിസി അല്ലേ? ഇത്ര ചെറുതായിരിക്കുമ്പോഴേ നമ്മൾ ഇത്ര ബിസി ആയി. ഞാനൊക്കെ ഇപ്പഴല്ലേ ബിസി ആയി തുടങ്ങിയത്. പിന്നെ എന്റെ വേറെ ഏതൊക്കെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്? ഇന്റർവ്യൂ വേറെ ഷൈൻ ചേട്ടന്റെ നല്ല ഓർമ്മയുണ്ട്. എല്ലാവർക്കും ഇത് തന്നെയാ പറയാനുള്ളത്. പൂർത്തിയായി മിയക്കുട്ടനും കൂടെ പറഞ്ഞപ്പോ. ആ ഫോൺ എറിഞ്ഞ ആളുടെ പേരെന്താ? ഷൈൻ ജോൺ ചാക്കോ. ഷൈൻ ജോൺ ചാക്കോ. ഷൈൻ ചേട്ടന്റെ പേര് വരെ അറിയാം. ഷൈൻ ചാക്കോ. ഷൈൻ ടോം ചാക്കോ. ഷൈൻ ജോൺ ചാക്കോ. ഷൈൻ ടോം ചാക്കോ. ടോം ആൻഡ് ജെറി ഇല്ലേ, അതിനകത്ത് ടോം. ഷൈൻ ടോം ചാക്കോ പറഞ്ഞേ. ഷൈൻ ടോം ചാക്കോ. അത് തന്നെ. ആ ചേട്ടനാണ് ഫോൺ എടുത്ത് എറിഞ്ഞത്. ഫോൺ എടുത്ത് എറിഞ്ഞു? തമാശക്ക് ചെയ്തതാ. ഞാൻ വെറുതെ ചോദിച്ചതാ ഈ ഫോൺ ഇഷ്ടാണോന്ന്. അപ്പൊ ചുമ്മാ തമാശക്ക് ചെയ്തതാ. എറിഞ്ഞു. പക്ഷെ ആ ഫോൺ കറങ്ങി 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 പോയല്ല. ആ കറങ്ങി കറങ്ങി പോയത് ഈ ചേട്ടന്റെ ഒക്കെ തലയുടെ മേളിൽ കൂടെ പോയത്. അതൊന്നും പറ്റിയില്ല അതിന് കേട്ടോ. അതൊന്നും പറ്റില്ലേ വലിച്ചെറിഞ്ഞിട്ട്? ഇല്ലില്ല, ഇനി അങ്ങനെ വലിച്ചെറിയാൻ പാടില്ല. എന്താ? ചില്ലൊക്കെ പൊട്ടു. അങ്ങനെ വലിച്ചെറിഞ്ഞാ പൊട്ടും. പക്ഷെ ആ ഫോണിനൊന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. കവറുള്ളതുകൊണ്ട്. ആ കവറുള്ളതുകൊണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു. ജഡ്ജസ് ഒക്കെ വിളിക്കാറുണ്ടോ മിയക്കുട്ടനെ? എല്ലാരും വിളിക്കാറുണ്ട്. ആരൊക്കെ വിളിക്കാറുണ്ട്? എംജി അങ്കിള് വിളിക്കാറുണ്ട്, എംജി അങ്കിള് വിളിക്കാറുണ്ട്, മധു അങ്കിള് വിളിക്കാറുണ്ട്, ദീപക് അങ്കിള് വിളിക്കാറുണ്ട്, അനുവേണ്ടി വിളിക്കാറുണ്ട്. എല്ലാരും വിളിക്കാറുണ്ട് അല്ലേ? വിളിച്ചിട്ട് അന്വേഷണമൊക്കെ ചോദിക്കും, പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പൊ നമുക്ക് ആരെങ്കിലും ഒന്ന് വിളിക്കാൻ പറ്റുമോ? ഇപ്പൊ എംജി അങ്കിള് ഷൂട്ടിലാ. എം ജി അങ്കിൾ ഷൂട്ടിലായിരിക്കും അല്ലേ? എം ജി ഓക്കെ. ഷൂട്ടിലാ. നമുക്ക് മധു അങ്കിളിനെ വിളിച്ചാലോ? ഫോൺ തന്നെ ശരിക്കും വിളിക്കോ? സ്പീക്കറിലിട്ട് സൗണ്ട് കൂട്ടിയിട്ടേക്കല്ലേ. ഹലോ ഹലോ. യെസ് മിയക്കുട്ടി. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം തന്നെ. മിയക്കുട്ടിക്കോ? എനിക്ക് സുഖം. ആണോ? എവിടെ എന്താ ഫോട്ടോ കൊച്ചിയിലുണ്ടോ ഇപ്പോ? ഓ ഇപ്പൊ ഞാനിപ്പോ ഒരു ഇന്റർവ്യൂ നടക്കുക. ആണോ? എന്ത് ഇന്റർവ്യൂ ആ? ഇപ്പൊ വെറുതെ ഒരു മിയക്കുട്ടി മറ്റേ പാർച്ചേച്ചിനായിട്ട് ഒരു ഇന്റർവ്യൂ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ആഹാ കൊള്ളാലോ. സുഖാണോ? സുഖായിരിക്കണം. എല്ലാരും സുഖായിട്ടിരിക്കണം. എല്ലാരും സുഖായിട്ടിരിക്കണം. അവിടെ എല്ലാരും സുഖാണോ? ഓ ഇവിടെ എല്ലാരും സുഖം. ഉമ്മി ദീദി? ഓ ഇവിടെ എല്ലാരും സുഖം. ആണോ? ഓക്കെ. എന്താ അഭിപ്രായം ചോദിക്കേ? ലഞ്ച് കഴിച്ചോ? ലഞ്ച് കഴിച്ചിട്ടില്ല. ഇന്ന് എന്താ സ്പെഷ്യൽ? ഇന്ന് സ്പെഷ്യൽ അല്ല, ഞങ്ങളിപ്പോ ഇവിടെ അല്ലേ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിക്കണം. അവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വരാം ഒരു ദിവസം. എന്നെ കുറിച്ച് എന്താ മധു അങ്കിൾക്ക് അഭിപ്രായം? എന്തോ? എന്നെ കുറിച്ച് എന്താ മധു അങ്കിൾക്ക് അഭിപ്രായം? ആർക്ക്
അഭിപ്രായോ? ഓക്കെ ഓക്കെ. എനിക്ക് നല്ല അഭിപ്രായം. മിയക്കുട്ടി വളരെ ക്യൂട്ടാണ്, നന്നായിട്ട് പാട്ട് പാടും, പിന്നെ കോമഡിയാണ്, ആള് നല്ല തമാശ പറയും. എനിക്ക് വളരെ 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 ഇഷ്ടമുള്ള ഒരു മിയക്കുട്ടിയാണ്. താങ്ക് യു. ഓക്കെ മധു സർ, താങ്ക് യു സോ മച്ച്. എന്തോ താങ്ക് യു സോ മച്ച് കോളില് സംസാരിച്ചതില്. അവൾക്ക് ഓർക്കസ്ട്ര പോലെ അഭിപ്രായം തെറ്റിപ്പോയതാ. മനസ്സിലായി. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ബൈ ബൈ ബൈ. മധു അങ്കിളിനെ വിളിച്ചു. മിയക്കുട്ടനെ കുറിച്ച് എന്താ അഭിപ്രായം? അഭിപ്രായം അല്ല, അഭിപ്രായം പറഞ്ഞേ. അഭിപ്രായം അതിനി പയ്യെ ശരിയാക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യട്ടെ മിയക്കുട്ടൻ. ഇനിയും കുറെ പാട്ടുകളൊക്കെ പാടി സിനിമയിൽ വരട്ടെ, സിനിമയിൽ അഭിനയിക്കാൻ പറ്റട്ടെ. മിയക്കുട്ടൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഒരു പാട്ട് ഡോക്ടർ ആവാൻ പറ്റട്ടെ. പാട്ടിന്റെ ഡോക്ടർ അല്ലേ, അതല്ലേ ആവണം എന്ന് ആഗ്രഹം, അതാവാൻ പറ്റട്ടെ. നമുക്കിനി ഇടക്കിടക്ക് കാണാൻ പറ്റട്ടെ. നമ്മൾ കുറെ ആയില്ലേ കണ്ടിട്ട്. എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? മാറ്റമുണ്ട്, എന്താ? കുറേ മാറ്റമുണ്ട്. എന്തൊക്കെയാ മാറ്റങ്ങൾ? തടിച്ചു വെച്ചിട്ടില്ലേ? തടി വെച്ചു. ഇന്നലെ പിരികത്ത് ഇങ്ങനെ ആയിപ്പോയി. അത് കുഞ്ഞിലേ ഉണ്ടായിരുന്നത്, അത് മിയക്കുട്ട ശ്രദ്ധിക്കാത്തോണ്ടാ. ഇല്ല, അതെ, കുഞ്ഞിലേ ഇല്ല. ടോപ്പ് സിംഗർ വെച്ച് ശ്രദ്ധിക്കാത്തോണ്ടാണ് എനിക്ക് ചെറുതിലേ ഉണ്ടത്. പക്ഷെ അത് ഇത്ര ഉണ്ടായിരുന്നില്ല. എന്നെ പറ്റി എന്താ അഭിപ്രായം മിയക്കുട്ടിന്? പാരച്ചേച്ചി വലിയ ആളാട്ടെ, പിന്നെ പാരച്ചേച്ചി വലിയ നടിയാവട്ടെ. നടിയാവട്ടെ? നടിയാവണോ ഞാൻ? എന്നിട്ട് ഞാൻ അഭിനയിക്കുന്ന സിനിമ പോയി കാണുമോ? കാണുമോ? പക്ഷെ ഞങ്ങളെ വിളിച്ച് പറയണം. പറയാ ഞാൻ അഭിനയിക്കുന്ന സിനിമയിൽ ഒരു പാട്ട് പാടി എങ്ങനെ ഉണ്ടാവും? എല്ലാരും ഓടും. സിനിമ തിയേറ്ററിൽ നിന്ന് എല്ലാരും വിളിച്ചോടും. അഭിനയിച്ചാ മതി, പാട്ട് പാടാൻ നിക്കണ്ടാന്നല്ലേ? എന്നാ ഞാൻ പാട്ട് പാടാൻ മിയക്കുട്ടനെ വിളിക്കാം. ഓക്കെ, അടിപൊളി. ബൈ. അപ്പതാ മിയക്കുട്ടന് വേണ്ടി ഞാൻ 2 ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. താങ്ക് യു. കഴിക്കണം കേട്ടോ. ഓക്കെ, ടാറ്റാ. ബൈ ബൈ. ഇങ്ങോട്ട് വാ. അവിടെ നോക്കിട്ടൊരു ബൈ പറ. ഇവിടെ വാ. ഒരുമിച്ച് ബൈ പറ. ബൈ.